16 വർഷം കഴിഞ്ഞുള്ള ഈ രാത്രിയിൽ അത് കറണ്ട് പോയ സമയത്ത് ഈ കർച്ചീഫ് ഇവിടെ കൊണ്ടുവന്നിടാൻ ആരാ ഉള്ളത്? മാത്രമല്ല ഈ കർച്ചീഫുകൾക്കൊന്നും ഇത്രയും ആയുസുമില്ല. എടാ, ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചിരുന്നതാണെങ്കിലോ? പിന്നെ സമ്മാനപ്പെട്ടിയല്ലേ സൂക്ഷിച്ചു വെക്കാൻ. ചേച്ചി വെറുതെ വേണ്ടാത്ത ചിന്തകളൊക്കെ ചിന്തിക്കാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ജനറേറ്റർ ശരിയാക്കാൻ ആള് വന്നിട്ടുണ്ട്. കറണ്ട് പോരും. ചേച്ചി കിടന്നു. 16 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങള് ഓരോന്നോരോന്നായി പുറത്തു വരികയാണല്ലോ. ആദ്യം ആ മ്യൂസിക് ബോക്സ്, പിന്നെ ആ പാട്ട്, ഇപ്പൊ ഈ കർച്ചീഫും. പ്രതാപ, എനിക്കെന്തോ ഇത് നല്ലതിനല്ലെന്ന് തോന്നുന്നു. ചേച്ചി നല്ലതിനാണേലും ചീത്തയ്ക്കാണേലും ഇന്നീ രാത്രി ആ ചിന്തയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. എന്തും ധൈര്യത്തോടെ നേരിടണം. പേടിക്കാൻ തുടങ്ങിയ എന്നും പേടിയോടെ ജീവിക്കേണ്ടി വരും. ചേച്ചി കിടന്നുറങ്ങി. എടാ പ്രതാപ, കിടന്നുറങ്ങ ചേച്ചി, രാവിലെ ആണ്. അയ്യോ, ചേച്ചി, ചേച്ചി, അമ്മ, അമ്മോ, അയ്യോ, 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 അയ്യോ. ചേച്ചി, ചേച്ചി ഉറങ്ങിയില്ലായിരുന്നോ? എനിക്കെന്തോ ഇന്ന് പേടിച്ചിരിക്കുന്ന ചേച്ചിയെ വിട്ടുപോകാൻ തോന്നുന്നില്ല. എന്തായാലും കറണ്ട് വരുന്നവരെ ഞാനിവിടെ ഇരിക്കാം. ചേച്ചി കിടന്നുറങ്ങിക്കോ, ഞാനില്ല ഇവിടെ. കിടന്നോ? ഇല്ല പ്രതാപ, എന്റെ ഉറക്കവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോവോന്നൊരു തോന്നല്. എന്റെ അയ്യോ, അച്ഛൻ ഉറങ്ങിപ്പോയല്ലോ. ഇനിയും അച്ഛനെ വിളിച്ചുണർത്തി നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കില്ല. ഐ എം വെരി സോറി. പാർവതി, ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവയ്ക്കോ. വിശാൽ സാർ, എന്നെ ഇവിടെ ഒന്നിരുത്തോ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്നിരുന്നോട്ടെ. എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്റെ അച്ഛന്റെ കാൽ തൊട്ട് വന്നിക്കുന്നേ? അതിലെന്താ തെറ്റ്? ഒരു വലിയ മനുഷ്യന്റെ കാൽ തൊട്ട് വന്നിക്കുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം എത്ര കുടുംബങ്ങളാ പട്ടിണിയില്ലാതെ ജീവിക്കുന്നേ. ഇദ്ദേഹം എത്രയോ ബിസിനസ്സുകൾ ചെയ്തിരിക്കുന്നു, എത്രയെത്ര പേർക്ക് ജോലി നൽകിയിരിക്കുന്നു, അങ്ങനെ എത്രയോ പേർക്ക് പുതിയ ജീവിതം നൽകിയിരിക്കുന്നു. വിശാൽ സാറേ, ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? പെട്ടെന്നൊരു പാരാലിസിസ് അറ്റാക്ക് വന്ന് ഓവർ സ്ട്രെസ് ആയിരുന്നു കാരണമെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. ഇപ്പൊ അച്ഛന് നല്ല ഭേദമുണ്ട്. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആവുമെന്ന്.
മരുന്നെല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വിശാൽ സാർ, മരുന്നല്ല, മനസ്സാണ് മുഖ്യം. മനസ്സിൽ ബലമുണ്ടെങ്കിൽ പിന്നെ പറക്കാൻ ചിറകുകൾ വേണ്ട. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് അറിയില്ല. ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറാതെ സാധിക്കാത്തതിനെ കീഴടക്കാൻ പഠിക്കണം. കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണം. അതിന് കഴിഞ്ഞാ നമ്മൾ ജയിച്ചു. അല്ലെങ്കിൽ ചിലന്തി വലയിൽപ്പെട്ട പ്രാണിയെപ്പോലെ ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. പാർവതി, വേണ്ട മോളെ, ഞാൻ പൊയ്ക്കോളാം. ശരിക്ക് പറഞ്ഞ പൊട്ടനങ്കളിനെ കൊണ്ട് ഉപകാരം ഉണ്ടായത് എനിക്കാ. ഔട്ട് ഹൗസിൽ നിന്ന് ഇവിടേക്ക് മാറാൻ കഴിഞ്ഞല്ലോ. ഇനി ഈസി റൂമിൽ കിടന്ന് കൊതുക് കടി കൊള്ളാതെ ഉറങ്ങാലോ. നീ എന്ത് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് പെരുവിറുക്കുന്നേ? ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്ക് താമസിച്ച് വട്ടായോ? സ്ഥിരതാമസം അവിടെ ആയിരുന്നെങ്കിലേ ശരിക്കും വെട്ടുപിടിച്ചേനെ. ഏകാന്ത തടവെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായിരുന്നു എന്റെ അവസ്ഥ. ഏതായാലും നീ വന്നു കയറിയതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി. കറണ്ടും പോയി, ജനറേറ്ററും കേടായി. അതെ, ശുഭലക്ഷണമാ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് കേട്ടിട്ടില്ലേ? ഓഹോ. ആന്റി ഇവിടെ ഇരിക്കേ. ആന്റി, ഇനി എന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോവാ. ഈ ഷിഫ്റ്റിംഗ് ഞാനൊരു ഭൂകമ്പമായിട്ട് മാറ്റാൻ പോവാ. ആന്റി നോക്കിക്കോ. പക്ഷേ ഒരു കാര്യത്തില് എനിക്ക് വിഷമമുള്ളൂ. ആ കണ്ണുപൊട്ടം കാരണമാണല്ലോ എനിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവേണ്ടി വന്നതെന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു നാണക്കേട് തോന്നുന്നു. അതിന് നാണക്കേടൊന്നും വിചാരിക്കണ്ട. ആ കണ്ണുപൊട്ടം കാരണം നിനക്കും കൂടെ ഷിഫ്റ്റ് ആകാൻ കഴിഞ്ഞില്ലേ? ഈ ഷിഫ്റ്റ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ആക്കി മാറ്റണം. ഇനി നമ്മുടെ പ്ലാനുകൾക്ക് സ്പീഡ് കൂടും. ഓ, എന്റെ പ്ലാനുകളൊക്കെ ഇന്ന് എപ്പോഴും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാന്ന് അറിയില്ല, ആ പാർവതി ഇടയ്ക്ക് ചാടി അതെല്ലാം തകർക്കും. അതിന് നീ ചെയ്യേണ്ടത് എന്ത് ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടാണെങ്കിലും ആദ്യം അവളെ ഇവിടുന്ന് പുറത്താക്കണം. ഇനിയുള്ള എന്റെ നീക്കങ്ങൾക്കേ സ്പീഡ് മാത്രമല്ല, ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആന്റി നോക്കിക്കോ. അതിന് നീ ചെയ്യേണ്ടതേ എങ്ങനെയും വിശാലിനെ നിന്റെ വരുതിയിലാക്കണം. എന്ത് വഴിയിലൂടെയാണെങ്കിലും അത് നടക്കണം. അത് തന്നെ ആന്റി ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമായ ചില പ്ലാനുകൾ തയ്യാറാക്കണം. ആ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അമേരിക്കയിലൊക്കെ വളർന്നവനായതുകൊണ്ട് പല ഗേൾസും അവനെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും അപാകത വന്നാ അവന് നിന്നോടുള്ള ദേഷ്യം വർദ്ധിക്കുകയുള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. ആന്റി ഇപ്പൊ പോയി സമാധാനത്തോടെ സുഖമായിട്ട് കിടന്നുറങ്ങ്. എല്ലാം ശരിയാക്കാന്നേ. അതെ, നിന്റെ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പോകുന്നത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും നാളത്തെ പ്രഭാതം നമ്മുടേതായിരിക്കും. ഗുഡ് നൈറ്റ്. ഓ, കറണ്ടില്ല, അത് എന്ത് ഗുഡ് നൈറ്റ് ആന്റി. ഇനിയാണ് ജാസ്മിൻ ആരാണെന്ന് പാർവതി അറിയാൻ പോകുന്നത്. ഇനി ഈ വീട് ജാസ്മിൻ ഭരിക്കും. എന്നെ അനുസരിക്കാത്ത എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിക്കും ഞാൻ.
എത്ര വില കൂടിയ വാച്ചാ? ഈ നാട്ടിൽ ഇതുപോലൊരു വാച്ച് ആരുടെയെങ്കിലും കയ്യിൽ കാണുമെന്നുള്ളത് പോട്ടെ, ഇതുപോലൊന്നും ആരെങ്കിലും കണ്ണു കാണുമെന്നാ എന്റെ സംശയം. ഇതൊക്കെ വിപിൻ സാറിനെ പോലെ ഒരുപാട് പഠിച്ച വലിയ പണക്കാരുടെ കയ്യിലേ കാണൂ. എന്റെ ഭാഗ്യത്തിനിപ്പോ ഈ വാച്ച് സുന്ദരിയായ പല്ലവിയുടെ കയ്യിലെത്തി. എന്റെ പൊന്നോ, നിന്നെ ഇത്രയും നേരം ഞാൻ ഒളിപ്പിച്ചതിന് നീ എന്നോടാ നന്ദി പറയണ്ടേ. ഇത് അമ്മയുടെ കണ്ണിപ്പെട്ട എന്താ സംഭവിക്കാന്ന് നീ ഒന്ന് ആലോചിച്ചേ. ഒന്നെങ്കിൽ നീ തവിട് പൊടിയാവും, അല്ലെങ്കിൽ എന്റെ പല്ല് പൊഴിയും. ഇനി എന്താ ചെയ്യണ്ടേ? എന്റെ അലമാരയിലെ തുണികൾക്കിടയിൽ വെക്കാന്ന് വെച്ചാ അമ്മയുടെ തുണികളും എന്റെ അലമാരയിലാ. പിന്നെ എന്ത് ചെയ്യും? ഇത്രയും നാള് വെച്ച പോലെ കിടക്കടടിയിൽ വെച്ചാ നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒന്നേ ഉള്ളൂ. നീ ഈ സുന്ദരിയുടെ കൈ തന്നെ കിടന്നോ. അമ്മയെ മറിച്ചാ പോരെ, അത് ഞാൻ ഏറ്റു. ഇവളിത് എവിടെ പോയി? ആ പല്ലവി, നീ അവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാ? ഈ അച്ചാറ് കൊണ്ടുപോയി ശാന്ത ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തിട്ട് വാ. ഈ രാത്രിയിലാണോ എന്നോട് പോവാൻ പറയുന്നേ? അതും ഈ പ്രായപൂർത്തിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയോട്? കാലത്ത് പറഞ്ഞാ ഉച്ചയ്ക്ക് കൊടുക്കാന്ന് പറയും, ഉച്ചയ്ക്ക് പറഞ്ഞാ വൈകുന്നേരം. പിന്നെ ഇതൊക്കെ എപ്പോഴാ കൊണ്ടുപോയി കൊടുക്കുന്നത്? എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നീ എന്നെ സുന്ദരി തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അവരിതിന് കാശ് തന്നിട്ട് ഇപ്പൊ തന്നെ 2 ദിവസമായി. കാശ് വാങ്ങിച്ചിട്ട് സാധനം കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? 5 മിനിറ്റ് പോലും ആവില്ല ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഓടിവാ. ഇടത് കൈ നീട്ടുന്നോടി അസത്തെ. നല്ല ശീലങ്ങളൊക്കെ നീ മറന്നോ? വലത് കൈ നീട്ടടി. ഏത് കയ്യില് വാങ്ങിച്ചാൽ എന്താ? അമ്മയ്ക്കിത് ശാന്തമാമ്മയുടെ വീട്ടിൽ കൊണ്ടേ കൊടുത്താ പോരെ. ഒരു സാധനവും ഇടത് കൈ കൊണ്ട് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത്. നീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട നിന്നെ ആരും വഴക്കു പറയില്ല. നിന്നെ വളർത്തി വലുതാക്കിയ എന്നെ പറയുള്ളൂ. വലത് കൈ കാണിക്കടി. വേണ്ടമ്മ. കൈ നീട്ടടി. വേണ്ടമ്മ. വേണം. നിന്റെ വലത് കൈ എന്താ തളർന്നു പോയോ? അല്ലെങ്കിൽ ആ കയ്യിൽ എന്താ ഒളിപ്പിച്ചിട്ടോ? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലെങ്കിൽ വലത് കൈ കാണിക്കേ. കാണിക്കാനാ പറഞ്ഞേ. നിന്നെ ഞാനിന്ന് കാണിക്കടി. എന്താ നീ ഒളിപ്പിക്കുന്നേ? കഷ്ടമുണ്ടോ? എനിക്കിന്ന് അറിഞ്ഞേ പറ്റൂ. കൈ നീട്ടി. കാണിക്കേ. കാണിക്കാനാ പറഞ്ഞേ. പല്ലവി, എന്റെ അമ്മ ഇത് കാണിക്കില്ല. വാച്ചോ? ഇത് വില കൂടിയ വാച്ച് പോലെ ഉണ്ടല്ലോ. എവിടുന്ന് കിട്ടിയടി ഇത്? അത് അമ്മ, ഇത് വില കൂടിയ വാച്ചാവാനാ സാധ്യത. ഇത് ആണുങ്ങൾ കെട്ടുന്ന വാച്ച് പോലെ ഉണ്ടല്ലോ. ഇതാരടി നിനക്ക് തന്നത്? അതമ്മ, എനിക്ക് വാച്ച്
നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഏതവന്റെ സമ്മാനമാടി ഇത്? അടിക്കല്ലേ അമ്മ? ആരാ തന്നെന്ന് പറയാൻ? അമ്മ എന്താ ഇത്? എത്ര വട്ടം പറഞ്ഞാൽ കേക്കില്ലല്ലേ? എന്നെ അടിക്കല്ലേ? പറയടി, സത്യം പറയാനാ പറഞ്ഞേ. അമ്മ അമ്മ ഇനി പറയുന്ന കേക്ക് എന്നെ അടിക്കല്ലേ? ആരെടുത്ത് ഒന്നും വാങ്ങിക്കണ്ട പറഞ്ഞാ മനസ്സിലാവില്ല. എത്ര വട്ടം പറഞ്ഞാൽ കേക്കില്ലല്ലേ? അടിക്കല്ലേ അമ്മ? നിന്നെ ഞാൻ എന്തിനാ നീ മോളെ ഇങ്ങനെ അടിക്കണേ? എവളിപ്പോ ചെറിയ കുട്ടിയല്ല എന്നുള്ള ഓർമ്മ വേണം. ഇവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയുന്ന ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പൊ കണ്ടില്ലേച്ചാ, ഇവളുടെ കയ്യിൽ കണ്ടില്ലേ വാച്ച്, അതും വില കൂടിയ വാച്ച്. മാത്രമല്ല ആണുങ്ങളുടെ വാച്ച്. പല്ലവി, എന്താ ഇത്? ഇതാര് തന്ന വാച്ച? ഇതാരും തന്നതല്ല മുത്തശ്ശ, അമ്പലത്തില് പോകുന്ന വഴിക്ക് കളഞ്ഞു കിട്ടിയതാ. മോളെ, ഇങ്ങനെ എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാ അതൊന്നുകിൽ അമ്പല കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. അതല്ലാതെ നീ എന്തിനാ ഇത് കൈ കെട്ടിക്കൊണ്ട് നടക്കണേ? ഇവള് കള്ളം പറയച്ചാ, ഇവളെ വിശ്വസിക്കരുത്. ഇവള് എവിടെയോ വായി നോക്കി നടന്നിട്ടുണ്ട്. അപ്പൊ ഏതോ ചെക്കന്മാര് ഇവളോട് സംസാരിച്ചു കാണും. ഇവളും അവന്മാരോട് കൊഞ്ചിക്കൊഴിയാൻ പോയിട്ടുണ്ടാവും. അവന്മാരെ മയക്കി കയ്യിലുള്ള കാശും ഇഷ്ടം തോന്നിയ വാച്ചും ഇവള് കൈക്കലാക്കിയിട്ടുണ്ടാവും. എന്റെ ദേവി, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകിലുണ്ടാവാൻ പോകുന്നെന്ന് ആർക്കറിയാം? അംബികെ, പല്ലവിയെ കുറിച്ച് എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ. നീ പറയുന്ന പോലെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അവൾ ചെയ്യില്ല, അതെനിക്കറിയാം. പല്ലവി, നീ എന്തിനാ അമ്മയുടെ വഴക്കം കേട്ട് അടിയും വാങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ദേ, എന്താ ഉണ്ടായിന്ന് പറഞ്ഞാ പോരെ? മോള് സത്യം പറയേ, നിനക്ക് ഈ വാച്ച് എവിടുന്ന് കിട്ടി? ഞാൻ പറയുന്ന സത്യം മുത്തശ്ശ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ കളഞ്ഞു കിട്ടിയതാ ഈ വാച്ച്. ഒന്നാം ദിവസത്തെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാ എനിക്കിത് നിലത്തുനിന്ന് കിട്ടിയത്. ആരെങ്കിലും അന്വേഷിച്ചു വരുമ്പോ തിരിച്ചു കൊടുക്കാന്ന് കരുതിയാ ഞാനിത് എടുത്തു വെച്ചത്. കള്ളം, പച്ച കള്ളം. ഇവള് നന്നാവില്ലച്ചാ. അംബികെ, കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും? നീ അകത്ത് പോ. പച്ച വെള്ളം നിനക്ക് ഈ വീട്ടിൽ നിന്ന് തരില്ല. പട്ടിണി ഇറക്ക്, എന്നാലും നീയൊക്കെ പഠിക്കൂ. കണ്ടില്ല മുത്തശ്ശ, എനിക്ക് ഇവിടുന്ന് കഴിക്കാനൊന്നും തരില്ലെന്ന് അമ്മ പറയുന്നേ. ഞാൻ പാവല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ കണ്ടിട്ടും നിനക്ക് കഴിക്കുന്ന കാര്യമാണ് പ്രധാനം. നിന്റെ അമ്മയുടെ ദേഷ്യം തീരുന്നതൊരു അവളുടെ കണ്ണിപ്പെടാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. ശരി മുത്തശ്ശ. ഞാനിത് ശാന്തമ്മയുടെ വീട്ടിൽ കൊടുത്തിട്ട് വരാം. ഈ രാത്രി ഇനി ശാന്തയുടെ വീട്ടിൽ പോവാനോ? അതേ മുത്തശ്ശ, അമ്മ പറഞ്ഞത് ഇത് കൊണ്ടേ കൊടുക്കാൻ. നിന്റെ അമ്മയ്ക്കും ഒരു ബോധമില്ല. ഇതാ, ഞാൻ കൊടുത്തോളാം. നീ അകത്ത് പോ. ഞാൻ എന്റെ അമ്മയെ കണ്ണറയെ കണ്ടോട്ടെ. എന്നോട് ക്ഷമിക്കണം അമ്മേ, ഈ പാപിയോട് ക്ഷമിക്കണം. എനിക്കെന്റെ അമ്മയെ രക്ഷിക്കാനായില്ല. ഞാൻ ഏത് ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചാ ഈ പാപം തീരും? ഈ പാപിയോട് പൊറുക്കണോ അമ്മേ? അമ്മ ഇരുട്ടിലേക്ക് പോയപ്പോ എന്റെ ജീവിതവും ഇരുട്ടിലായമ്മേ.